ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡ് രീതിയിലുള്ള പരിപ്പ് ഉപ്പുതണ്ണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ചില ആൾക്കാർ വളരെ വെള്ളം പോലെ ആക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ കുറച്ചും കൂടി കട്ടിയായ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ 250 കപ്പിൽ ഏകദേശം മുഴുവനായിട്ടല്ല, ഒരു മുക്കാലും കഴിഞ്ഞിട്ട് നിറയുന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 2 ടീസ്പൂണാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത് എരിവ് കൂടുന്നൊന്നുമില്ല, കറക്റ്റായിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പരിപ്പ് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ പരിപ്പ് 1 കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളത്തിനടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നല്ലപോലെ വെന്തുടഞ്ഞ് വന്ന കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ ഇതേപോലെ ഞാൻ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലാണ് ആക്കിയെടുക്കുന്നുള്ളത്. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലാക്കിയെടുത്തു, പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലാക്കിയെടുത്തു. അങ്ങനെ ടോട്ടൽ 2 വിസിൽ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാൻ ഇതേപോലെ കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ പപ്പടമോ അല്ലെങ്കിൽ ഉണക്കമീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം മതിയാകും ചോറിന്. അപ്പോൾ ഇതേപോലെ ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പരിപ്പ് വെന്ത് വന്നാൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട കെട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇതേപോലെ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെളുത്തുള്ളിയും തേങ്ങയും കുറച്ച് മിക്സ് ചെയ്ത് വെച്ചായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ച് വരണം. പരിപ്പും തേങ്ങയൊക്കെ മിക്സായിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണ്ടത്, ഞാനിപ്പോൾ അടുപ്പത്ത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാൻ ആവശ്യത്തിനൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽ മുളക് ഇതേപോലെ പീസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊരു സ്പൂണിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്താൽ മതി. പരിപ്പ് കറി നമ്മുടെ കാസർഗോഡ് രീതിയിലുള്ള ഉപ്പുതണ്ണി റെഡിയായി. ശരിക്കും ഉപ്പുതണ്ണി എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം. അപ്പോൾ അത് വെള്ളം പോലെയാണ് അവർ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കുറച്ചും കൂടി തിക്നെസ്സിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്, അസ്സലാമു അലൈക്കും.